കുട്ടികളുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ചെറിയൊരു ആക്ടിവിറ്റിയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആക്ടിവിറ്റി പരിചയപ്പെടുത്തുന്നത് എൻ്റെ മകൻ നവനീതാണ്. നമ്മുടെ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു കാർഡ്ബോർഡ് എടുത്ത് ടി ഷേപ്പിൽ നിങ്ങളത് ഒട്ടിച്ച് വയ്ക്കുക. അതുകൂടാതെ ഈ ബോർഡിൽ കുറച്ച് ഹോളുകൾ നിങ്ങൾ തയ്യാറാക്കണം. ദെൻ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ഹോളിലൂടെ സ്പൂൺ ഇട്ടിട്ട് ഒരു സ്പൂണിലുള്ള ബോൾ അടുത്ത സ്പൂണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ അടുത്ത ഹോളിൽ സ്പൂൺ വെച്ചിട്ട് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് ബോളുകൾ എത്തിക്കുക. 5 ബോളുകൾ നിങ്ങൾക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നവനീത് ഇപ്പോൾ ഒന്ന് ഡെമോ ചെയ്ത് കാണിക്കുന്നതാണ്. സോ സ്ലോലി ശ്രദ്ധിച്ച് ഒട്ടും തിരക്ക് കൂടാതെ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. കാരണം നല്ല കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ശ്രദ്ധക്കുറവുള്ള കുട്ടികൾ, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, ദെൻ മെമ്മറി പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ, അവർക്കൊക്കെ വളരെ വളരെ നല്ലതാണ് ഈ ഒരു ആക്ടിവിറ്റി. ഇത് ചെയ്യുന്നതിലൂടെ ക്ഷമയും കൂടി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. സോ ഒട്ടും തിരക്ക് പാടില്ല, സ്ലോലി വേണം നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട്. അങ്ങനെ ശ്രദ്ധിച്ച് അവസാനമൊക്കെ എത്തുമ്പോൾ ഒട്ടും തിരക്ക് പാടില്ല, സ്ലോലി ചെയ്യുന്നു. അത് പതുക്കെ ബോളിലേക്ക് ഇടുന്നു. ഇനി ഒരു ബോളും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ശ്രദ്ധയോടുകൂടി അടുത്ത സ്പൂണിലേക്ക് മാറ്റാം. വെരി ഗുഡ്. ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ നല്ല ടഫായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. നല്ല കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഡെയിലി 5 ബോൾസ് വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ബോൾ തന്നെ നിങ്ങൾക്ക് 5 തവണ ഇത് ചെയ്യാം. ഒരു മാസം ആകുമ്പോഴേക്കും നിങ്ങളുടെ മക്കളിലേക്ക് കോൺസെൻട്രേഷൻ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. താങ്ക് യു.